ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കാനും അതുപോലെ തന്നെ നല്ല ക്ലിയർ സ്കിൻ ലഭിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ മുഖത്തെ നല്ല കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും സ്കിൻ നല്ല ബ്രൈറ്റ് ആകാനും വേണ്ടി തയ്യാറാക്കുന്നൊരു ഫേസ് പാക്കാണ്. നമ്മുടെ കൊറിയക്കാരുടെ ഗ്ലാസ് സ്കിൻ ഫേസ് പാക്ക് എന്ന് പറയും, അരിപ്പൊടി വെച്ചുള്ളത്. കാരണം ഈ കൊറിയക്കാരെല്ലാം കൂടുതലും അവരുപയോഗിക്കുന്നത് അരിപ്പൊടി വെച്ചുള്ള ഫേസ് പാക്കാണ്. അതുപോലെ തലമുടിക്കും സ്കിന്നിനും എല്ലാം ഒരുപാട് യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയും അതുപോലെ തന്നെ റൈസിൻ്റെ വാട്ടറും ഉപയോഗിച്ചുള്ള പാക്കുകളാണ് ഒരുപാട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലൊരു അരിപ്പൊടി വെച്ചുള്ളൊരു ഫേസ് പാക്കാണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും, സ്കിന്നിന് നല്ല തിളക്കം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഒരു 1 ടീസ്പൂൺ റൈസ് പൗഡർ ഇട്ട് കൊടുക്കുക. നല്ല പൗഡർ രീതിയിലുള്ള റൈസ് പൗഡർ ഉപയോഗിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് അലർജി ഉള്ളവർക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം പാല് ചേർത്ത് കൊടുക്കുക. അത് അരിപ്പൊടിയുമായിട്ട് മിക്സ് ആക്കത്തക്ക രീതിയിൽ ആവശ്യത്തിന് പാല് ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ മിക്സാക്കി എടുക്കുക. അപ്പം നമ്മൾ പാലും കൂടെ ഒഴിച്ച് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഡെയിലി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ജാറിനകത്താക്കി കൂടുതൽ അരിപ്പൊടിയും തേനും ഒക്കെ ചേർത്ത് ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഡെയിലി നിങ്ങൾക്ക് മുഖത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇതുപോലെ ഫേസ് പാക്കാണ്. റൈസ് ഉപയോഗിച്ച് അതുപോലെ അരിപ്പൊടി ഉപയോഗിച്ചുള്ള ഫേസ് പാക്കാണ്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 3 to 4 ഡേയ്സ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്താൽ മുഖത്തിന് നല്ല തിളക്കം കിട്ടുകയും ചെയ്യും, മുഖം നല്ലോണം ബ്രൈറ്റ് ആവുകയും ചെയ്യും. നമുക്കതൊരു 15 മിനിറ്റ് മാത്രം നമ്മുടെ മുഖത്ത് വെച്ചാൽ മതി. ഇത് നല്ല എഫക്റ്റ് കിട്ടുന്നൊരു ഫേസ് പാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ മുഖത്തിട്ട് നോക്കാം. അപ്പം നമ്മുടെ മുഖത്തിങ്ങനെ തേച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ് മാത്രം നമ്മുടെ സ്കിന്നിൽ വെച്ചാൽ മതി. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കഴുത്തിലും അതുപോലെ തന്നെ നെറ്റിക്കും എല്ലാം ഇട്ട് കൊടുക്കുക. കറുത്ത പാടുകളും മുഖക്കുരു വന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ സൺടാൻ അടിച്ചുള്ള പാടുകളും എല്ലാം പെട്ടെന്ന് പോകുന്നതാണ്. നമ്മുടെ സ്കിൻ നല്ലോണം ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ മുഖത്ത് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്കിത് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയണം. ഒരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 or 3 തവണ ചെയ്താൽ മാത്രം മതി. നല്ല റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഡ്രൈ ആയ ശേഷം കഴുകി കളയാം. അപ്പം നമ്മൾ ഈ ഫേസ് പാക്കിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അരിപ്പൊടി, അതുപോലെ തൈര്, പാല്, അതുപോലെ തേൻ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല. സ്കിൻ നല്ല തിളങ്ങാനും അതുപോലെ തന്നെ ബ്രൈറ്റ് ആകാനും സഹായിക്കുന്ന നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാകത്തില്ല. ഈ അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ് ആകാനും തിളങ്ങാനും സഹായിക്കുന്ന ഒരു സാധനമാണ് അരിപ്പൊടി. അപ്പോൾ അതിന് ഒരു അലർജിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ലെങ്കിൽ ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. അതുപോലെ കൊറിയയിലുള്ള ആളുകളെല്ലാം മെയിനായിട്ട് അവരുടെ സ്കിന്നിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ അരിപ്പൊടി എന്ന് പറയുന്ന സാധനം. അവർ അരിപ്പൊടി അതുപോലെ തന്നെ റൈസ് വാട്ടർ ഇതെല്ലാം അവരുടെ സ്കിന്നിനും അതുപോലെ തന്നെ മുടിക്കും ഒരുപാട് യൂസ് ചെയ്യുന്ന കൊറിയയിലുള്ള ആളുകൾ. അപ്പോൾ അത് സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ റൈസ് വാട്ടർ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും വളരാനും ഒക്കെ ഏറ്റവും നല്ലൊരു അനുയോജ്യമായ സാധനമാണ് ഈ റൈസ്, അതുപോലെ റൈസ് വാട്ടറും എല്ലാം. അപ്പം ഇത് നമുക്ക് ഒരു അലർജിയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇതൊരു 15 മിനിറ്റ് മാത്രം മുഖത്ത് വെച്ചാൽ മതി. നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും, മുഖം നല്ല ബ്രൈറ്റ് ആകുകയും ചെയ്യും. നമുക്കൊരു ബ്യൂട്ടി പാർലർ ഒന്നും പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കി എടുക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ മുഖം ഞാൻ 15 മിനിറ്റ് ശേഷം വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസം അറിയാൻ സാധിക്കും. കാരണം മുഖം നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ലൊരു തിളക്കവും ഒക്കെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ 3 തവണ മാത്രം ചെയ്താൽ മതി. നല്ല വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്